കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കും കൃപയ്ക്കും കരുതലിനുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ദൈവത്തെ പോലെ വലിയൊരു ദൈവം ആരുമില്ല. നമ്മുടെ വഴികളുടെ കുറവ് തീർക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. എല്ലാം ഭംഗിയായി ചെയ്യുന്ന ദൈവത്തിൻ്റെ കരത്തിനായി നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? പ്രിയരെ, ഓരോ നിമിഷവും ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്നൊരു ദൈവമാണ്. വഴി കാണാതെ ഭാരപ്പെടുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലെ പൊയ്ക്കൊള്ളുക എന്നുള്ള ഇമ്പസ്വരം നമ്മെ കേൾപ്പിക്കുന്ന മഹാദൈവത്തിന് നന്ദി പറയാം. ആരംഭത്തിങ്കിൽ തന്നെ സകലത്തിൻ്റെയും അവസാനം അറിയുന്നവൻ, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് അറിയിക്കുന്നവൻ, ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും. അവിടുത്തെ പ്രവൃത്തികൾ അത്യുത്തമമാണ്, ആർക്കും അതിനെ തടയാൻ സാധ്യമല്ല. എൻ്റെ ദൈവത്താൽ വീര്യം പ്രവർത്തിക്കാൻ ദൈവം നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം എവിടൊക്കെ വെളിപ്പെടുന്നോ അവിടൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. മുടന്തർ മാനിനെ പോലെ കുതിക്കുന്ന നാമം, ചെകിടറെ ചെവി തുറക്കുന്ന, ഊമർ ശരിയായി സംസാരിക്കുന്ന, കുരുടർ കാണുന്ന, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്ന, എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ നാവും പുകഴുന്ന ഒരേ ഒരു നാമം, അത് നമ്മുടെ കർത്താവ് യേശുവിൻ്റെ നാമമാണ്. മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല. ഇന്ന് പ്രഭാതത്തിലും ആ നാമത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാമോ? നമ്മുടെ കർത്താവിൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ്. ഭൂതങ്ങൾ അലറി ഓടുന്ന നാമമാണ്. രോഗികൾ സൗഖ്യമാകുന്ന നാമമാണ്. നമുക്കറിയാം, 40 വർഷം പാരലൈസായ, കാലിന് ചലനശേഷി നഷ്ടപ്പെട്ട ആ വ്യക്തിയെ പത്രോസ് പറഞ്ഞ പ്രസ്താവന നോക്കൂ. പൊന്നും വെള്ളിയുമില്ല, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നസറനായ യേശുവിൻ്റെ നാമത്തിൽ. കണ്ടോ, ആ നാമത്തിൻ്റെ പവർ വ്യാപരിക്കുന്നതാണ്. ആ നാമത്തിൻ്റെ പവറിനാൽ എഴുന്നേൽക്കത്തില്ലെന്ന് ചിന്തിക്കുന്നതിൻ്റെ വിഷയം കുതിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഈ പകൽ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, തലമുറകളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ! വിളിച്ചു പറ, ആ നാമത്തിൻ്റെ ശക്തി ഞങ്ങൾ അനുഭവിച്ചതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്നലകളിൽ നമ്മളെ ജയത്തോടെ അവിടെ നടത്തിയില്ലേ? ഇന്ന് നമ്മെ നടത്തും. മേലാലും നടത്തുവാൻ അവിടുന്ന് ശക്തനാണ്. ഈ ഒരു ഉറപ്പ് എപ്പോഴും നമ്മുടെ അകത്ത് ഉണ്ടാവണം. എല്ലാ നാളുകളിലും ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു ശബ്ദം നമ്മുടെ കർത്താവിൻ്റെത് മാത്രമാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, അവിടുത്തെ അരുളപ്പാടാണ്. അതുകൊണ്ട് ഭ്രമിക്കരുത്, കലങ്ങരുത്. യേശു പറയും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹൃദയത്തിൻ്റെ കലക്കം കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ആർക്കും അറിയില്ല. പക്ഷേ അത് നന്നായി അറിയാവുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ സൃഷ്ടിതാവ്. അവിടുന്ന് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പിതാവായ ദൈവത്തിൽ എന്നിൽ വിശ്വസിപ്പിക്കുന്ന കർത്താവ് പറയുന്നു. സ്തോത്രം. കലക്കുന്ന ഒത്തിരി ശക്തികളുണ്ട് പ്രിയരെ, പക്ഷേ നമുക്കൊരു പ്രത്യാശയുണ്ട്. ഉയരത്തിൽ എന്നെ കാണുന്ന ഒരുവനുണ്ട്, എന്നെ അറിയുന്ന ഒരുവനുണ്ട്, എന്നെ നന്നായി മനസ്സിലാക്കുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ വ്യക്തമായി അറിയാവുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവാണ്. അവിടുത്തെ കരം ഇന്നും നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരും.
അവിടുത്തെ പ്രവൃത്തി അത്യുത്തമമാണ്. അതിനായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവിടുത്തെ ആരാധിക്കാം. അപ്പോസ്തല പ്രവൃത്തി 11 അധ്യായം 21 കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ചു, കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ഇവിടെ നമുക്കറിയാം, അപ്പോസ്തലന്മാരാൽ അനേക അടയാളങ്ങൾ ദൈവം ദേശത്ത് ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ തടയാൻ ലോകത്തിനോ അധികാരങ്ങൾക്കോ ഗവൺമെന്റിനോ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് എവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിക്കുന്നതാണ്. അതിനെ തടഞ്ഞു നിർത്താൻ ഒരു ദേശാധിപതിക്കോ സംവിധാനങ്ങൾക്കോ കഴിയില്ല. സ്തോത്രം. 12 അധ്യായം നോക്കൂ. പത്രോസ് കാരാഗൃഹത്തിലാണ്. 12 അധ്യായത്തിൽ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഹെരോദാവ് പറഞ്ഞു, യഹൂദന്മാർ പറഞ്ഞു, തീർന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞില്ല, ഇനിയും ഓടേണ്ടവൻ, ഇനിയും പ്രവർത്തിക്കേണ്ടവൻ, ഇനിയും അനേകരം നേടേണ്ടവൻ, ഇനിയും സാക്ഷ്യം പറയേണ്ടവൻ ഒതുക്കപ്പെടില്ല. പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവന്നില്ലേ? സ്തോത്രം. പരിശുദ്ധാത്മാവ് വന്നാൽ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അപ്പോസ്തലന്മാർ എല്ലായിടത്തും സഞ്ചരിച്ചു. പക്ഷേ ഒത്തിരി എതിർപ്പുകൾ അവർക്ക് നേരിട്ടു. ദേശം അവർക്കെതിരെ നിന്നു. ശക്തമായ വെല്ലുവിളികൾ ഉയർത്തി. നമുക്കറിയാം, ശൗലിന്റെ നേതൃത്വത്തിൽ ദൈവസഭയ്ക്കെതിരെ മഹാപീഡനങ്ങളുണ്ടായ കാലഘട്ടം. സഭകളുടെ സമാധാനം നഷ്ടപ്പെട്ട വർഷങ്ങൾ, സമയങ്ങൾ. പക്ഷേ അതിൻ്റെ നടുവിലും സഭ തകരില്ല. പീഡനങ്ങൾ കൂടുന്തോറും ദൈവസഭ വർദ്ധിക്കും. പീഡനങ്ങൾ കൂടുന്തോറും അഭിഷക്തന്മാർ, ദൈവദാസിമാർ ആത്മാവിൽ ശക്തരാകും. നമുക്കറിയാം, പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ചു വന്നു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. ജനത്തെ പീഡിപ്പിക്കുവാൻ ഫറവോൻ സകല സംവിധാനങ്ങളും അഴിച്ചുവിട്ടില്ലേ? പക്ഷെ അതിൻ്റെ നടുവിലും ജനം വർദ്ധിക്കുകയാണ്. പ്രിയരെ, പീഡകൾ കൂടുമ്പോൾ, വേദനകൾ കൂടുമ്പോൾ, വെല്ലുവിളികൾ കൂടുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ചോർന്നു പോകുന്നവരല്ല, വിശ്വാസത്തിൽ ശക്തരായി, ആത്മാവിൽ ശക്തരായി, അഭിഷേകത്തിൽ സ്ട്രോങ് ആയി നിന്ന് വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെല്ലാൻ ദൈവം നമ്മളെ ശക്തീകരിക്കുക. ഇവിടെ നോക്കൂ, അങ്ങനെ അപ്പോസ്തലന്മാർ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ പലയിടത്തു നിന്നും ഒത്തിരി എതിർപ്പുകൾ തുടക്കത്തിൽ പറഞ്ഞവരുണ്ടായി. അങ്ങനെ പത്രോസ്, യോഹന്നാനൊക്കെ ശക്തമായി പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നു, കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഏത് കാലഘട്ടത്തിൽ നമ്മൾ ഉറപ്പാക്കേണ്ടത്, എൻ്റെ ദൈവത്തിൻ്റെ കൈ എന്നോട് കൂടെയുണ്ട്, എൻ്റെ കുടുംബത്തോടു കൂടെയുണ്ട്, എൻ്റെ തലമുറകളോടുകൂടെ ദൈവത്തിൻ്റെ കൈ ഉണ്ടെങ്കിൽ തിരിഞ്ഞു വരേണ്ടത് തിരിഞ്ഞു വരും. പ്രൈസ് ദി ലോർഡ്. അവിടെ അനേകർ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു വന്നു. കർത്താവിങ്കിലേക്ക് തിരിയാതെ, കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കാൻ കഴിയാതെ അവിശ്വാസമുള്ള ഒരു തലമുറ എതിർപ്പുകളുമായി നിൽക്കുമ്പോൾ ഇന്ന് പകൽ വിളിച്ചു പറ, ഞങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൈയുണ്ട്. അനേകർ തിരിയാൻ പോകുകയാ, അനേകർ മടങ്ങി വരാൻ പോകുക, അനേകർ ട്രാക്കിലേക്ക് വരാൻ പോകുക. നീ പ്രാർത്ഥിക്കുന്ന അനേകരെ ദൈവം മടക്കി കൊണ്ടുവരാൻ പോകുക. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കൈ നിന്നോട് കൂടെയുണ്ടെന്ന് ദേശത്ത് വെളിപ്പെടുത്താൻ പോകുക. പ്രാർത്ഥിക്കുന്നവർ നിരാശപ്പെടേണ്ട. നിങ്ങളെ പരിഹസിക്കുന്നവർ, നിങ്ങൾക്ക് മാർക്കിട്ടവർ, നിങ്ങളെ വില എഴുത്തിയവർ ഒത്തിരി അകത്തും പുറത്തുമുണ്ട്. പക്ഷേ അവരുടെ നടുവിൽ ദൈവത്തിന്റെ കൈ നിങ്ങളോട് കൂടെയുണ്ട്. വീര്യം പ്രവർത്തിക്കുന്ന കൈ, ഉയർന്നിരിക്കുന്ന കൈ, രക്ഷിക്കുന്ന കൈ, ഹല്ലേലൂയ, ശക്തീകരിക്കുന്ന കരം, തിരിച്ചു മടക്കാൻ പറ്റാത്ത ഭുജം. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ കൂടെയുണ്ട്. വിശ്വസിക്കുക. യഹോവയുടെ കൈ കൂടെ ഉണ്ടെങ്കിൽ ചിലതിനെ ദൈവം തിരിക്കും, ചില റൂട്ടുകൾ ദൈവം തിരിക്കും, ചില ആലോചനകൾ ദൈവം തിരിക്കും നമുക്കെതിരെ ഉള്ളത്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഇന്ന് പ്രഭാതത്തിൽ ഏറ്റെടുക്കുക. ഉറപ്പായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം, ഏത് പ്രതികൂലം വന്നാലും, ഏത് എതിർപ്പുകൾ വന്നാലും, ആരിളകിയാലും, ആര് ഗൂഢപദ്ധതി ഒരുക്കിയാലും, ദാനിയേലേ,
ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട്. നെഹമ്യാ പറഞ്ഞതുപോലെ എൻ്റെ ദൈവത്തിൻ്റെ കൈ ഞങ്ങളോട് കൂടെ. എസ്സാ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൈ ഞങ്ങളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമുക്കൊന്ന് പറയാമോ? യെസ്, ആരും നിങ്ങൾക്കെതിരായി നിൽക്കട്ടെ, വാദിക്കട്ടെ, പക്ഷേ അതിനെയല്ല നോക്കേണ്ടത്. എൻ്റെ ദൈവത്തിൻ്റെ വലം കൈ എൻ്റെ കൂടെയുണ്ട്. എന്നെ ശക്തീകരിക്കുന്ന, എന്നെ താങ്ങുന്ന, എനിക്ക് ബലം നൽകുന്ന, എന്നെ ഭുജത്തിൽ വഹിക്കുന്ന ആ കൈ എന്നോട് കൂടെയുണ്ട്. ഞാനത് കാണുന്നു, ഞാനത് അനുഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കൈ നിങ്ങളെ സ്പർശിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആണിപ്പഴുതുള്ള കരം നിങ്ങളെ തൊടുകയാണ്. നിങ്ങൾക്ക് സൗഖ്യം വരികയാണ്. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശക്തികളെ ദൈവം എടുത്തു മാറ്റുകയാണ്. മാനസാന്തരം വരത്തില്ലെന്ന് പറഞ്ഞ ചില വ്യക്തിയുടെ മേൽ ദൈവാത്മാവിൻ്റെ ഇടപെടിയിൽ ഉണ്ടാകുക. കർത്താവിങ്കിലേക്ക് ചില തിരിയാൻ പോകുക, ചില ഹൃദയങ്ങളെ ദൈവം ടച്ച് ചെയ്യാൻ പോകുക. ആ കരം നിങ്ങളുടെ ശരീരത്തിൽ മേൽ വ്യാപരിക്കുക. രോഗികൾ സൗഖ്യമാകുക. നിങ്ങളുടെ തലമുറകളെ ആ കരം തൊടുക. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ദൈവശക്തി ഇറങ്ങുക. വിടുതലുകൾ വ്യാപരിക്കുന്നു, സൗഖ്യം വ്യാപരിക്കുന്നു, ബലം വ്യാപരിക്കുന്നു, ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കൈ ഞങ്ങളോട് കൂടെ ഉള്ളതിന് സ്തോത്രം. ആ കൈ ഞങ്ങളെ ടച്ച് ചെയ്തതിന് സ്തോത്രം. ആ കൈ ഞങ്ങളുടെ കാരത്തിൽ പിടിച്ചിരിക്കാൻ സ്തോത്രം. ആ കൈ ബലപ്പെട്ടിരിക്കാൻ സ്തോത്രം. ശത്രുവിനെ തകർത്ത ആ പൂജം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. കർത്താവിൻ്റെ കൈ ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് ചിലതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരമിറങ്ങി കർത്താവിങ്കിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് സ്തോത്രം. ചില കുടുംബജീവിതത്തെ പണിയുന്നതിന് സ്തോത്രം. ചില അസ്വസ്ഥതകൾ ആ കരമെടുത്ത് മാറ്റിയതിന് സ്തോത്രം. അടഞ്ഞ ചില വാതിൽ തുറന്നതിന് സ്തോത്രം. ജനമാത്മശക്തിയിലേക്ക് മടങ്ങി വരുന്നതിന് സ്തോത്രം. ആ കൈ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ദേശത്തും കുടുംബക്കാരുടെ ഇടയിലും ദൈവം വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക, ദൈവത്തിൻ്റെ കൈ നമ്മളോട് കൂടെയുണ്ടാകും. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ